നമസ്കാരം. നമ്മൾ ഇന്ന് വന്നത് പത്തനാപുരം പഞ്ചായത്തിലെ കുണ്ടയം 14-ാം വാർഡിലെ ജനകീയനായ ഒരു ജനപ്രതിനിധിയുണ്ട്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും കാണാനുമാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഹായ്, നമസ്കാരം. എന്തൊക്കെയാ വിശേഷങ്ങൾ? മഴയായിട്ട് നല്ല പണിയിലാണല്ലോ. അത് ശരി, ഞാനോട് സഹായിക്കട്ടെ. അത് ശരി. ഇതേ നമ്മുടെ പത്തനാപുരം പഞ്ചായത്തിലെ കുണ്ടയം 14-ാം വാർഡിലെ ജനകീയനായ ഒരു ജനപ്രതിനിധിയാണ് ശ്രീ സജു ഖാൻ. നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊന്ന് കേൾക്കാം. വിദ്യാഭ്യാസം ഏത് സ്കൂളിലായിരുന്നു? ആദ്യത്തെ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? വിദ്യാഭ്യാസം പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്നത്. പിന്നീട് +1 കലഞ്ഞൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കാൻ പോയി. പിന്നീട് ഡിഗ്രി വിദ്യാഭ്യാസം സെന്റ് സ്റ്റീഫൻസ് കോളേജ് മാലൂർ. പിന്നെ അവിടെ നിന്നും LLB പഠിക്കുന്നതിനിടെ തിരുവനന്തപുരത്ത് ലോ അക്കാദമിയിലേക്ക് ചേർന്നു. അവിടെ പിന്നെ LLB കഴിഞ്ഞു. അവിടെ LLM ജോയിൻ ചെയ്തു. ഒരു 1.5 വർഷം പഠിച്ചു. പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ഡിസ്റ്റന്റ് ആയിട്ടൊക്കെ 1-2 ഡിഗ്രിയൊക്കെ പഠിച്ചു. ഈ ഇതിനിടയിലാണോ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം? രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് ഞാൻ കുണ്ടയത്താണ് ജനിച്ചു വളർന്നത്. കുണ്ടയത്ത് അന്നത്തെ മെമ്പർ JL നസീർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചേട്ടനാണ്. JL നസീർ എന്ന് പറയുന്നത്. ആ പുള്ളിയുടെ പഞ്ചായത്ത് മെമ്പറായി. പുള്ളിയുടെ പ്രവർത്തനത്തിൽ അന്ന് നമുക്ക് താല്പര്യം തോന്നി. അങ്ങനെ കോൺഗ്രസിലേക്ക് ചേർന്നു. കോളേജിൽ പോയപ്പോൾ KSUവിൽ ചേർന്നു. അങ്ങനെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി. ജീവിതത്തിന്റെ ഈ പൊതുപ്രവർത്തന രംഗവും രാഷ്ട്രീയ രംഗവും രണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെ ഒന്നിച്ച് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഈ പൊതുപ്രവർത്തനത്തിൽ വന്നതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നല്ല ഒരു രീതിയിലേക്ക് മെച്ചപ്പെടാൻ സാധിച്ചു എന്നുള്ളൊരു ചിന്തയുണ്ട്. അതെന്ന് പറഞ്ഞാലേ ഈ നമ്മുടെ രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി അങ്ങ് മാറ്റി. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകും. ഞാൻ എല്ലാ ദിവസവും കോടതിയിൽ പോയി എൻ്റെ കേസുകളൊക്കെ അപ്പിയർ ചെയ്തിട്ടായിരിക്കും മറ്റുള്ള പ്രവർത്തനത്തിലൂടെ പോകുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടെങ്കിൽ പോലും ചില ദിവസം രാവിലെ കോടതിയിൽ പോയി ഒന്ന് അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും വക്കീലന്മാരെ ഏൽപ്പിച്ചിട്ടായിരിക്കും പഞ്ചായത്തിലോട്ട് പോലും പോകുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ വർക്കുകൾ നടക്കും, അതോടൊപ്പം പൊതുപ്രവർത്തനവും നടക്കും. പൊതുപ്രവർത്തനത്തിന് ഇറങ്ങണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലി വേണം. ജോലി ഇല്ലാതെ ഒരു പൊതുപ്രവർത്തനാവാൻ, ഒരു സക്സസ്ഫുൾ മാൻ ആവാൻ ഒരിക്കലും കഴിയത്തില്ല. അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമുക്ക് നല്ല സ്റ്റേബിൾ ആയിരിക്കണം. വീട്ടിൽ നമുക്ക് നല്ല ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമേ പൊതുപ്രവർത്തനത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. വീട്ടിലെ ഒരു സപ്പോർട്ട് എങ്ങനെയാ? നേരത്തെ മുതൽ ചെറുപ്പം മുതലേ ഈ ഒരു രീതിയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് വീട്ടിലുള്ളവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വീട്ടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് മീൻ കച്ചവടമായിരുന്നു. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ കാര്യങ്ങളിലൊന്നും അങ്ങനെ മോശമായിട്ട് ഇടപെടത്തില്ല. എന്നാൽ തന്നെയും നമ്മളൊരു വിശ്വാസം ഉണ്ടായിരുന്നു, നമുക്ക് മറ്റ് വഴിവെച്ച് പോകത്തില്ല എന്ന് അവർക്ക് നമ്മളൊരു വിശ്വാസം ചെറുപ്പകാലത്ത് മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വളർന്നു വന്ന സാമൂഹിക പശ്ചാത്തലവും അങ്ങനെയൊക്കെ ഒരു മോശപ്പെട്ട പ്രവണതയുള്ള ആളുകളുടെ ഒന്നും ഇടയിലല്ല വളർന്നു വന്നത്. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മോണിറ്ററിങ് അതിനകത്തുണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും നമ്മൾ കുരുത്തക്കേട് കാണിച്ചാൽ തന്നെ വീട്ടുകാരെ എടുത്ത് പോയി പറയുന്ന നമുക്ക് തൊട്ട് മുമ്പുള്ള ഒരു ജനറേഷനിലുള്ള കുറേ ചേട്ടന്മാർ കാണും. അപ്പോൾ അവരുടെ ഒരു മോണിറ്ററിങ് അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം സഹായിച്ച് നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിനൊന്നും പോകേണ്ട വന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വലിയ റെസ്ട്രിക്ഷനൊന്നും വെച്ചിട്ടുമില്ല. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോവാം, ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ നടത്താം. അതുപോലെ തന്നെ തിരിച്ചു വന്നാൽ മതി. നമ്മുടെ ഈ കരിയർ ഡെവലപ്പ് ചെയ്യുന്ന നമ്മൾ ചെറുപ്പത്തിലെ ആലോചിക്കുന്നത് ഇന്ന ആളാവണം, എനിക്ക് ഡോക്ടറാവണം, വക്കീലാകണം. അപ്പൊ ഈ അഡ്വക്കേറ്റ് ആയിട്ട് മാറുന്നതിനുള്ള എന്തെങ്കിലും ഒരു പ്രചോദനം, ഒരു മോട്ടീവ് ഉണ്ടോ? അങ്ങനെ എനിക്ക് അഡ്വക്കേറ്റ് ആയാൽ മതി, അഡ്വക്കേറ്റ് ആയാൽ മതി എന്നുള്ളൊരു മോട്ടീവല്ല. എനിക്കൊരു അധ്യാപകനാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കുട്ടികളെ പഠിപ്പിച്ചൊരു സാറിന്റെ ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ അധ്യാപകനാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഈ കലാലയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഒരു സംഘർഷത്തിലൊക്കെ കുറെ പരിക്കുകളൊക്കെ പറ്റി. എൻ്റെ കഴുത്തിനൊരു വെട്ടുകൊണ്ട് അങ്ങനെ ഡിഗ്രിയിലെ പരീക്ഷകൾ, സെക്കൻഡ് ഇയറിലെ പരീക്ഷകൾ എഴുതാൻ കഴിയാഞ്ഞതുകൊണ്ട് അതെല്ലാം ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എല്ലാം പരാജയപ്പെട്ടു പോയി. അങ്ങനെ തേർഡ് ഇയറിൽ വന്നിട്ടാണ് 1േന്ന് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ എനിക്ക് പെർസെൻറ്റേജ് കുറഞ്ഞു. എനിക്ക് ഡിഗ്രിക്ക് 46.5 ഉള്ളായിരുന്നു. അന്ന് കേരളത്തിൽ പഠിക്കാൻ കഴിയുന്ന 2 കോഴ്സുകളേ ഉള്ളൂ. ഒന്ന് LLB. അതുകൊണ്ട് ഞാൻ LLBക്ക് പോയി. എനിക്ക് PGക്ക് പോകാനുള്ള മാർക്കില്ലായിരുന്നു. BSc കഴിഞ്ഞ് MScക്ക് പോകണമെങ്കിൽ 50% മാർക്ക് വേണമായിരുന്നു. പിന്നെ പോകാൻ പറ്റുന്നത് B.Ed ആയിരുന്നു. അപ്പോൾ MSc ഇല്ലാതെ B.Ed എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉയർച്ച ഉണ്ടാകത്തില്ലെന്നുള്ളത് കൊണ്ട് ഞാൻ LLB പഠിക്കാൻ പോയി. പിന്നെ LLB പഠിച്ച് അങ്ങനെ അതിൻ്റെ ഒരു ഡെപ്ത് നമുക്ക് ഭയങ്കര രീതിയിൽ നമ്മുടെ ജീവിതത്തിനും സമൂഹത്തിനും വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. പിന്നെ നമുക്ക് മോറലായിട്ട് ഭയങ്കര കരുത്ത് കിട്ടും. LLB നിയമം പഠിക്കുമ്പോൾ നിയമം എവിടെയൊക്കെ ഉപയോഗിക്കാം,
അതുകൊണ്ട് തന്നെ നമുക്കൊരു കരുത്ത് കിട്ടും. അത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും പ്രവർത്തനത്തിനും സാരമായി നമ്മളെ സഹായിച്ചു. ഒരു അച്ചടക്കം വരും നമുക്കല്ലേ, മൊത്തത്തിൽ നമുക്കൊരു ശകലം നമുക്ക് ഇച്ചിരി അഹങ്കാരമാകും തീർച്ചയായിട്ടും. അതെന്നുവെച്ചാൽ ചില അനീതികൾ കാണുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യണം. ആ ചോദ്യം ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും നമ്മൾ വലിയ അഹങ്കാരികളാണെന്ന് വിചാരിക്കും. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അത് നമ്മൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് നടത്തുന്നത്. അപ്പോൾ എല്ലായിടത്തും പോയി നമ്മൾ ക്യൂ ആയി നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുക അല്ലെങ്കിൽ അഭിപ്രായം പറയുകയോ ചെയ്യേണ്ടതല്ല. ചിലയിടത്ത് ആർജവമായി പറയണം, ചിലയിടത്ത് നമ്മൾ തള്ളിക്കയറി പറയേണ്ട വരും, ചിലയിടത്ത് ഈ പറയുന്ന പോലെ ക്യൂവിൽ നിന്ന് നമ്മൾ അഭിപ്രായം പറയേണ്ട വരും. വ്യത്യസ്തമായ മേഖലയിൽ ചെല്ലുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ വേണം അഭിപ്രായ പ്രകടനം നടത്താനായിട്ട്. അപ്പോൾ അതിന് നമുക്ക് നിയമ പഠനം നമുക്ക് അതിൽ വലിയൊരു പ്രചോദനവും കരുത്തും നൽകിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ആയത് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിനും പൊതു ജീവിതത്തിനും ഒരു ഭയങ്കര ഒരു മുതൽക്കൂട്ടാണ്. ഈ സോഷ്യൽ വർക്കിലേക്ക് ഇറങ്ങി തിരിക്കാനുള്ള ഒരു മോട്ടീവ് എന്താ? നമ്മൾ എല്ലാവരും ചെയ്യും, പക്ഷെ അതിലുപരി എൻ്റെ ജീവിതമാണ് ഇത് എന്നൊരു തിരിച്ചറിവ് എപ്പോഴാണ് ഉണ്ടായത്? അത് നമ്മുടെ കുട്ടിക്കാലം മുതലേ നമുക്ക് ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു, ജീവിതം ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു. അപ്പോൾ ആ സ്ട്രഗിളിങ്ങിലൂടെ നമ്മൾ കടന്നു വന്നവരാ. അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. കൂട്ടായ്മ രാഷ്ട്രീയമൊന്നുമല്ല, അല്ലാതെ തന്നെ ചെറുപ്പത്തിലെ തന്നെ മുതിർന്ന ചേട്ടന്മാരോടൊപ്പം നിന്ന് എല്ലാ ആക്ടിവിറ്റീസിനും പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അതിനുശേഷം രാഷ്ട്രീയമായി പൊതുപ്രവർത്തനമായി പൊതുരംഗത്തേക്കൊക്കെ വരുമ്പോൾ നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകളുണ്ടല്ലോ. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഓർമ്മയിൽ +1 വരെ എനിക്ക് സ്വന്തമായിട്ട് നല്ലൊരു വീടില്ലായിരുന്നു. അപ്പോൾ ആ പല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നു. ഞാൻ +1 പഠിക്കാൻ പോകുമ്പോഴാണ്, +2 പഠിക്കാൻ പോകുമ്പോഴാണ് എനിക്കൊരു വീട്, 2 മുറിയുള്ളൊരു വീട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ചെറിയൊരു വീടുണ്ടായിരുന്നു. അത് പിന്നെ ഓലയിട്ട ഷീറ്റൊക്കെ അടിച്ച പലകയൊക്കെ അടിച്ച വീടായിരുന്നു. അത് കുണ്ടയത്തായിരുന്നു, മലങ്കാവിലായിരുന്നു. അതിനു മുമ്പ് ലക്ഷം പെട്ടി താമസിച്ചിട്ടുണ്ട്. അങ്ങനെ പലയിടത്തായിട്ട് നമ്മൾ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായ ഒരു വീട്, ഒരു ബാത്റൂം പോലും ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോഴത്തെ ആളുകൾക്ക് അതേപോലെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ പറയും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും നമുക്ക്. ആ ഒരു പെട്ടെന്ന് നമ്മുടെ ജീവിതവുമായിട്ട് നമുക്ക് അത് ഓർമ്മ വരും, ടച്ച് ചെയ്യും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇതൊന്നും ചെയ്യാനുള്ള സാമ്പത്തികമായിട്ടുള്ള ഭദ്രത നമുക്ക് ഇല്ല. പക്ഷെ അപ്പോൾ നമുക്കൊരു മനസ്സുണ്ട്. നമ്മൾ നല്ല ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ കുറച്ച് പൈസ നമ്മൾ കണ്ടെത്തി വെക്കണം. നമ്മളിപ്പോൾ അതൊരു കരുത്തായിരിക്കും. പക്ഷേ നമ്മൾ ആ ഒരു ആശയം പുറം ലോകത്തോട് പറയുമ്പം അത് ഏറ്റെടുക്കാനും അതിനെ സഹായിക്കാനും നിരവധി സുഹൃത്തുക്കളും ഞങ്ങൾ പത്തനാപുരത്തുകാരായിട്ടുള്ള ഒരുപാട് നല്ലവരായിട്ടുള്ള ആളുകളും നമുക്ക് ഒരു പിന്തുണ നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ 3 പേരാണ്. അപ്പോൾ 2 സഹോദരിമാരാണ്. അപ്പോൾ അവർ നല്ലപോലെ പഠിക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് പഠനോപകരണം വാങ്ങിച്ച് ഒരു വർഷം ഒരു ബാഗ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത വർഷമായി നമുക്ക് തരുന്നു. അപ്പൊ അല്ല എല്ലാ വീടുകളിലും പണ്ട് അങ്ങനെ ആയിരുന്നു. പിന്നെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി ബാഗ് നമുക്ക് നെക്സ്റ്റ് ഇയറിൽ കിട്ടും. അപ്പോൾ അത് പല തവണയും നമുക്ക് പുതിയൊരു ബാഗ് കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. പല സമയങ്ങളിൽ നമ്മൾ കവറുകളിൽ പുസ്തകവും കൊണ്ടുപോകാറുണ്ട്. പിന്നെ അന്ന് അതൊരു സ്റ്റൈലുമാണ് കവറിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പഠനോപകരണം ഇല്ലാത്ത കുട്ടികളെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അവരെ സഹായിക്കാനുള്ള ഒരു വല്ലാത്ത ഒരു ആഗ്രഹം തോന്നും. അത് കൃത്യമായി ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും മനസ്സിൽ. നമ്മൾ ചെയ്ത വർക്കിലൊരു കംപ്ലീഷൻ വരുമ്പോഴേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതതിൻ്റെ ഉള്ള പ്രചോദനം എന്ന് പറയുന്നത്. ഈ പിന്നെ പഞ്ചായത്ത് തലത്തിലേക്കൊക്കെ മത്സരിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഈ പൊതുപ്രവർത്തനം തന്നെയായിരുന്നു. പഞ്ചായത്ത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഞാൻ കേരള സർവകലാശാല സെനറ്റ് അംഗമായി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് 1-ലധികം തവണ. അപ്പോൾ ഈ ഒരു നമുക്കൊരു അധികാരം കിട്ടുകയും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട അധികാരം കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരു മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു കരുത്തുണ്ട്. കാരണം വെച്ചാൽ ഏത് കാര്യവും എവിടെ പോയി പറയാനും ചോദിക്കാനും നമുക്കൊരു പ്രിവിലേജ് കിട്ടും. ആ പ്രിവിലേജ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രിതല പഞ്ചായത്തിൽ മത്സരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു കഴിഞ്ഞ തവണ. അപ്പോൾ കഴിഞ്ഞ തവണ മത്സരിക്കാൻ പോയപ്പോൾ എനിക്ക് സ്വന്തമായിട്ട്, ഞാൻ ടൗണിലാണ് താമസിക്കുന്നത്. ടൗണിൽ താമസിക്കുമ്പോൾ എനിക്ക് കുണ്ടയത്ത് മത്സരിക്കാനാണ് സീറ്റ് തന്ന പാർട്ടി. അപ്പോൾ കുണ്ടയത്ത് മത്സരിക്കാൻ പോയപ്പം ഞാനവിടെ 18 വർഷം അവിടെ നിന്ന് മാറി നിന്നിട്ട് അവിടെ മത്സരിക്കാനായി പോയത്. അപ്പോൾ മത്സരിക്കാനായി പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് 250ഓളം വോട്ട് സീറ്റുകളിൽ 250ഓളം വോട്ടിന്റെ വ്യത്യാസം എനിക്കുണ്ടായിരുന്നു. ആ 250ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആളുകൾ എന്നെ വിജയിപ്പിച്ചപ്പോൾ അവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണമല്ലോ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. അപ്പോൾ ആ കുട്ടികൾക്ക് എല്ലാ വർഷവും വിദ്യാഭ്യാസം കൊണ്ടേ ഒരാളുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് മാറ്റം ഉണ്ടാകത്തുള്ളൂ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും എൻ്റെ വാർഡിലെ കുട്ടികളെ ഞാൻ ഒരു ഇടത്ത് വിളിച്ചു കൂട്ടിയിട്ട് അവിടുന്ന് വിജയിച്ച മുഴുവൻ 10ാം ക്ലാസ്സിലെയും +2ലെയും കുട്ടികൾക്ക്
അവർക്ക് ഉപഹാരം കൊടുക്കും, മുഴുവൻ കുട്ടികളും കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും പഠനോപകരണങ്ങളും കൊടുക്കും.